ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നൊരു കിടിലൻ ഡ്രീം കേക്ക് തയ്യാറാക്കിയാലോ? അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കോൺഫ്ലവർ, വാനില എസൻസ്, മുട്ട, പാല്, കൊക്കോ പൗഡർ, ഷുഗർ പൗഡർ, ബട്ടർ, മൈദ, ബേക്കിംഗ് പൗഡർ. ഒരു മിക്സർ ജാറിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലോട്ട് പൊടിച്ച പഞ്ചസാര ചേർക്കുക. പിന്നീട് വാനില എസൻസ് ചേർക്കുക. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിച്ച് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്, ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ മിക്സർ ജാറിലാണ് തയ്യാറാക്കുന്നത്. ബട്ടർ ചേർക്കുക. ബട്ടർ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ, ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. വാനില എസൻസ് ചേർക്കുക. ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, അതായത് മിക്സർ ജാർ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു ബൗളിലോട്ട് മാറ്റുക. പിന്നീട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് മൈദ, ഒരു അരിപ്പയിലോട്ട് മൈദ ഇടുക. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം ബേക്കിംഗ് പൗഡർ ചേർക്കുക, കൊക്കോ പൗഡർ. ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. സ്ലോലി ആയിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ പതുക്കെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. പിന്നീട് ഒരല്പം പാൽ ചേർക്കാം. റൂം ടെമ്പറേച്ചറുള്ള പാലാണ് ഇതിലോട്ട് ചേർക്കേണ്ടത്. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നീട് ഞാൻ 7 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്, കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ബട്ടർ പേപ്പർ ഇറക്കി വെക്കുക. അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ബട്ടറെല്ലാം ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കിയത് ആ കേക്ക് ടിന്നിലോട്ട് ഒഴിക്കുക. കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചതിന് ശേഷം ഇതിൽ എയർ ബബിൾസ് ഒക്കെ കാണും, അതുകൊണ്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. നന്നായിട്ടൊന്ന് എയർ ബബിൾസ് പോകാൻ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ. പിന്നീട് നമ്മൾ 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവൻ സെറ്റപ്പിലോട്ട് നമ്മുടെ കേക്ക് ടിന്നെ ഇറക്കി വെക്കുക. നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് വെള്ളം, പഞ്ചസാര ഇവയെല്ലാം അതിലോട്ട് ചേർത്ത് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഏകദേശം നമ്മുടെ കേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. ഉൾഭാഗമെല്ലാം നന്നായിട്ട് വെന്ത് വന്ന് സ്റ്റിക്ക് ഉപയോഗിച്ചോ ഇതുപോലെ കൂർമനയുള്ള കത്തി ഉപയോഗിച്ചോ ഒന്ന് ഉൾഭാഗം ഒന്ന് കുത്തി നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കേക്ക് തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്യുക. മുകളിലത്തെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തതിന് ശേഷം കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്, അതായത് ഡ്രീം കേക്ക് തയ്യാറാക്കാനുള്ള കേക്ക് ടിന്നാണ് ഇത്. കേക്ക് ഐറ്റംസ് വിൽക്കുന്ന എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആയിട്ടുള്ള കേക്ക് ടിന്നാണ് കേട്ടോ. സെവൻ ഇഞ്ച് വലിപ്പത്തിലുള്ള കേക്ക് ടിന്നാണ്. ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ഒരു കേക്കിൻ്റെ പീസ് അതിലോട്ട് ഇറക്കി വെച്ചു. പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പ് അതിലോട്ട് ചേർക്കുക. ഫസ്റ്റ് ലെയറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഫസ്റ്റ് ലെയറിലാണ് ഇപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നത്. സെക്കൻഡ് ലെയറിന് വേണ്ടിയുള്ള ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും എടുക്കുക. രണ്ടും 20 ഗ്രാമോളം എടുക്കണം കേട്ടോ. ഒരു മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. പിന്നീട് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീം ഏകദേശം 3/4 മെഷർമെൻറ്റിലാണ് എടുത്തിരിക്കുന്നത്. ത്രീ ബൈ ഫോറിൽ വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ 2 പീസ് വെച്ച് 2 എണ്ണം എടുക്കണം. അതായത് മിൽക്ക് ചോക്ലേറ്റ് ഒരെണ്ണം, ഡാർക്ക് ചോക്ലേറ്റ് ഒരെണ്ണം കൂടെ എടുക്കുക. അത് മെൽറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീമിലോട്ട് ആഡ് ചെയ്യുക.
വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. സെക്കൻഡ് ലെയറിനായിട്ടുള്ളതാണ് ഈ എടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സെക്കൻഡ് ലെയറിലായിട്ടുള്ള ആണ് ഈ വിപ്പിംഗ് ക്രീമും ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്തും കൂടെ ആഡ് ചെയ്ത് വിപ്പ് ചെയ്തിരിക്കുന്നത്. ഞാൻ വിപ്പിംഗ് ക്രീം ഷുഗറുള്ള, അതായത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീം മധുരമല്ലാത്തതല്ലെന്നുണ്ടെങ്കിൽ അതിൽ ഷുഗറിൻ്റെ പൗഡർ ആഡ് ചെയ്യണം കേട്ടോ. ഏതൊരു മധുരം ഉള്ളത് കൊണ്ട് ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ചില വിപ്പിംഗ് ക്രീമിൽ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമും ഉണ്ട്. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ലെയറിലോട്ട് അത് ആ കേക്കിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ ലെയർ തയ്യാറാക്കാം. വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും വാനില എസൻസ്, 1.5 കപ്പ് വിപ്പിംഗ് ക്രീം, കോൺഫ്ലവർ, 1 സ്പൂൺ കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഇവയെല്ലാം കൂടെ ഒരു ബൗളിലോട്ട് ചേർത്തതിന് ശേഷം കോൺഫ്ലവർ ചേർത്തു, വിപ്പിംഗ് ക്രീം ചേർത്തു, വാനില എസൻസ് 1/2 ടീസ്പൂൺ ചേർക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ബട്ടറും കൂടെ ചേർക്കാം. ബട്ടർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, തികച്ചും ഓപ്ഷണലിയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി ചെവിട് കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും അതിലോട്ട് ആഡ് ചെയ്യുക. 1 സ്പൂൺ ബട്ടർ ചേർക്കുക. ബട്ടർ തികച്ചും ഓപ്ഷണലിയാണ്, വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. മൂന്നാമത്തെ ലെയറായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരുന്നത്. അതിൻ്റെ മുകളിലോട്ട് മൂന്നാമത്തെ ലെയർ ചേർക്കുക. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ ബട്ടർ, ഇവയെല്ലാം കൂടെ ചേർത്തതാണ് മൂന്നാമത്തെ ലെയർ. സെക്കൻഡ് ലെയർ നമ്മളൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം മാത്രമേ മൂന്നാമത്തെ ലെയർ തയ്യാറാക്കാവുള്ളൂ. മൂന്നാമത്തെ ലെയറും ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കുക. നാലാമത്തെ ലെയർ തയ്യാറാക്കാം. മിൽക്ക് ചോക്ലേറ്റും ഡയറി മിൽക്കും കൂടെ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നാലാമത്തെ ലെയറും കൂടെ മെൽറ്റ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നല്ലോ, ആ കേക്ക് ടിന്ന് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച കേക്ക് ടിന്നിൻ്റെ മുകളിലോട്ട് നാലാമത്തെ ലെയറായ മിൽക്ക് ചോക്ലേറ്റും ഡയറി മിൽക്കും കൂടെ മെൽറ്റ് ചെയ്തും കൂടെ അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നാലാമത്തെ ലെയർ. ലാസ്റ്റ് ലെയറായിട്ടുള്ള കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്യുക. മിൽക്ക് ചോക്ലേറ്റും ഡയറി മിൽക്കും കൂടെ നാലാമത്തെ ലെയർ ചേർത്തതിന് ശേഷം ഒരു 2-5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രം കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രീം കേക്ക്, ചോക്ലേറ്റ് ഡ്രീം കേക്ക്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ വളരെ റേറ്റാണ്, നല്ലൊരു റേറ്റാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ടേസ്റ്റോടെ രീതിയിൽ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം. ഉൾഭാഗമെല്ലാം നല്ല സോഫ്റ്റാണ്, മേൽഭാഗം കുറച്ച് കട്ടിയോടുകൂടിയായിരിക്കും ഈ ഡ്രീം കേക്കിൻ്റെ ഇരിക്കുന്നത്. വളരെ ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടനെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും മറ്റൊരു അടിപൊളി കിടിലൻ വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ, താങ്ക് യു.